വിശദമായ വാർത്തകളിലേക്ക്. പെട്ടിമുടിയിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിനായി ചെന്നൈയിൽ നിന്നുള്ള റഡാർ ടീം ഇന്നെത്തും. തൃശൂർ നിന്നുള്ള പ്രത്യേക സംഘവും നാളെ തെരച്ചിലിനായി സ്ഥലത്തെത്തും. മുഴുവൻ പേരെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരാനാണ് തീരുമാനം. ദുരന്തം നടന്ന 10 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ 58 ഇനി 12 പേരെ കണ്ടെത്തുവാനുണ്ട്. ഇതിൽ 4 കുട്ടികളും. ദുരന്തഭൂമിയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് തുടർന്നു വരുന്നത്. നിലവിൽ പെട്ടിമുടിയാറിലെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഗ്രാവൽ ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ സൂക്ഷ്മമായ പരിശോധന നടത്തിവരികയാണ്. പുഴയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന 40ഓളം നാട്ടുകാരും തെരച്ചിലിനുണ്ട്. ഇന്ന് തെരച്ചിലിന് ചെന്നൈയിൽ നിന്നുള്ള റഡാർ ടീമും പങ്കെടുക്കും. ഇനി നമുക്ക് കിട്ടാനുള്ളത് 12 ആളുകളാണ്. അതിൽ 5 മെയിലും 7 ഫീമെയിലും. 5 മെയിലിലും 3 അഡൽറ്റും 2 കുട്ടികളും. 2 കുട്ടികൾക്ക് 7ഉം 8ഉം വയസ്സ് പ്രായമുള്ളത്. ഇതേ ടീമുകൾ തന്നെ നിന്നുകൊണ്ടാണ് സെർച്ചിങ് ചെയ്യുന്നത്. റഡാർ ടീമിനൊപ്പം നാളെ തൃശൂരിൽ നിന്നുള്ള പ്രത്യേക സംഘവും തെരച്ചിലിനായി എത്തും. നിലവിൽ നാട്ടുകാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമടക്കം 200ഓളം പേരാണ് തെരച്ചിൽ നടത്തുന്നത്. മുഴുവൻ ആളുകളെയും കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരുവാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി രാജാക്കാട് കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിന് സമീപം വൻതോതിൽ മാലിന്യം തള്ളുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വെള്ളച്ചാട്ടത്തിന് സമീപം കുന്നുകൂടി. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. രാത്രികാലങ്ങളിൽ വെള്ളച്ചാട്ടത്തിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. മഴക്കാലമായതോടെ ഇത് ചീഞ്ഞ് പ്രദേശമാകെ ദുർഗന്ധമാണ്. മാലിന്യം നീർച്ചാലുകളിലേക്കും ഇറങ്ങുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ മാതൃകാപരമായി കണ്ടെത്തുകയും അവർക്ക് എതിരെ നടപടിയെടുക്കുകയും സ്വീകരിക്കണം. അതിന് നാട്ടുകാരും അതുപോലെ തന്നെ അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറവ് മാലിന്യവും പ്ലാസ്റ്റിക്കും ചാക്കുകളിലാക്കി സമീപത്തെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഹൈറേഞ്ചിലെ തന്നെ ഏറ്റവും മനോഹരവും പ്രകൃതിദത്തവുമായ ഈ വെള്ളച്ചാട്ടവും പരിസരവും സംരക്ഷിക്കുന്നതിന് നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 രാജാക്കാട്. കാസർഗോഡ് കുമ്പളയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. നായ്ക്കാപ്പ് സ്വദേശി ഹരീഷാണ് മരിച്ചത്. നായ്ക്കാപ്പ് ഓയിൽ മില്ലിൽ ജോലി ചെയ്യുന്ന ഹരീഷിന് ഇന്നലെ രാത്രിയാണ് കുത്തേറ്റത്. ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് സംഭവം. മുറിവുകളോടെ വീണുകിടക്കുകയായിരുന്ന ഹരീഷിനെ കണ്ട നാട്ടുകാരാണ് കുമ്പള പോലീസിൽ വിവരമറിയിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തലയ്ക്ക് പിറകിലും നെറ്റിയിലുമാണ് ഹരീഷിന് കുത്തേറ്റത്. വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കാം സംഭവത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവല്ലയിൽ വീട്ടമ്മ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ മരുമകൾ അറസ്റ്റിൽ. നിരണം കൊമ്പകേരി പ്ലാപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞുഞ്ഞമ്മ ചാക്കോയാണ് കുത്തേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രി 8-നായിരുന്നു സംഭവം. മാനസിക രോഗമുള്ള മരുമകൾ ലിൻസി കത്രിക കൊണ്ട് കുഞ്ഞുഞ്ഞമ്മയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുഞ്ഞുഞ്ഞമ്മ കൊല്ലപ്പെട്ടു. പുളിക്കീഴ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഹൈറേഞ്ചിലെ ഏലമലക്കാടുകളിൽ മഴയും കോവിഡും ബാക്കിവെക്കുന്നത് സങ്കടക്കാലം. പെരുമഴയിൽ വലിയ കൃഷിനാശമുണ്ടായി. വിലയില്ല. വിളവെടുക്കാനാണെങ്കിൽ തൊഴിലാളികളുമില്ല. സർവ്വ പ്രതിസന്ധികളും ഒന്നിച്ചു നേരിടുകയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ഇടുക്കി ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിലെ സ്ഥിതി ഇതാണ്. മൂപ്പെത്തിയ ഏലക്കായ തോട്ടങ്ങളിൽ പഴുത്തു നശിക്കുകയാണ്. കോവിഡ് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് നിലച്ചതാണ് ആദ്യം പ്രതിസന്ധിയായത്. വിളവെടുപ്പ് നടന്നില്ല. തൊട്ടു പിന്നാലെ പെരുമഴയെത്തി. വെള്ളം കെട്ടിക്കിടന്ന് ഏലം അഴുകാൻ തുടങ്ങിയതോടെ പ്രതിസന്ധി ഇരട്ടിയായി. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 813 ഹെക്ടർ ഏലം കൃഷി നശിച്ചു. 10 ദിവസത്തിനുള്ളിൽ 127 കോടിയുടെ നഷ്ടം. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഉണ്ടാകുന്ന മുഴുവൻ നശിച്ചുപോയി കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്ന ആദായം ഇല്ലായ്മ വരികയാണ് ചെയ്യുന്നത്. ഇനിയും മഴ ശക്തമായി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തട്ടമറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ചെടികൾ പോവുകയും ഇതുപോലെ അഴുകി പോവുകയും ചെയ്യും. ഏലത്തിന് വിലയില്ലാതായിട്ട് കുറച്ചു കാലമായി. കഴിഞ്ഞ ദിവസം സ്പൈസസ് ബോർഡ് ലേലത്തിൽ 1 കിലോയ്ക്ക് 2500 രൂപ വരെ വില ഉയർന്നിരുന്നു. പക്ഷേ പൊതുവിപണിയിൽ കർഷകന് കിട്ടുന്നത് കൂടി വന്നാൽ 1800 രൂപയാണ്. കർഷകരെ സഹായിക്കാൻ സ്പൈസസ് ബോർഡ് ഇനിയും ഇടപെട്ടില്ലെങ്കിൽ അടുത്ത സീസണിലെ ഏലം കൃഷി വലിയ തകർച്ചയിലായിരിക്കും. ന്യൂസ് 18 തൊടുപുഴ. ശക്തമായ കാറ്റിൽ ഏലച്ചെടികൾക്ക് നാശം. ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിലെ പാറക്കടവിലാണ് 300ഓളം ഏലച്ചെടികൾ നിലം പതിച്ചത്. കഴിഞ്ഞ ദിവസം വീശിയ ശക്തമായ കാറ്റിലാണ് കാർഷിക വിളകൾക്ക് നാശമുണ്ടായത്. കാമാക്ഷി പാറക്കടവിൽ 300ഓളം ഏലച്ചെടികൾ നശിച്ചു. മികച്ച വിളവുള്ള ഇനം ചെടികളാണ് നശിച്ചത്.
3.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകനായ സോജു പറയുന്നു. ബാങ്ക് ലോൺ എടുത്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷി നശിച്ചതോടുകൂടി നമ്മുടെ പ്രതീക്ഷയൊക്കെ മങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. വായ്പയെടുത്ത് കൃഷി ഇറക്കിയ കർഷകർക്ക് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയും കാറ്റും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് പലരും. സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. വടകര അഴിയൂരിലെ വ്യവസായ എസ്റ്റേറ്റ് പ്രവർത്തനത്തിൽ മുമ്പിലാണ്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, മഴ പെയ്താൽ എല്ലാം കുളമാകും. ഓരോ മഴക്കാലവും സംരംഭകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ എസ്റ്റേറ്റുകളിലൊന്നാണ് കോഴിക്കോട് വടകര ബേളോക്ക് പഞ്ചായത്തിന്റെ അഴിയൂരിലേത്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് മഴക്കാലം ഇവർക്ക് ദുരിതമാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ 2 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് സ്ഥാപനങ്ങൾക്കുണ്ടായത്. ഭക്ഷ്യവസ്തുക്കളുണ്ടാക്കുന്ന സ്ഥാപനം മുതൽ പൈപ്പ് നിർമ്മാണ കമ്പനി വരെ ഇവിടെയുണ്ട്. സ്ഥാപനങ്ങളിലെ മെഷീനറികൾ കഴിഞ്ഞ തവണ വെള്ളത്തിൽ മുങ്ങി. സഹായത്തിനായി സർക്കാരിനെ സമീപിച്ചെങ്കിലും ആശ്വാസ നടപടി ഉണ്ടായില്ല. 15 ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായവർക്ക് 2 ലക്ഷത്തോളം രൂപ മാത്രമാണ് ഇൻഷുറൻസ് ലഭിച്ചത്. ഈ നിവേദനം കൊടുത്തതിന് ശേഷം ഇന്നത്തെ തീയതി വരെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഇവിടെ ഉണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുള്ള ഒരു ധനസഹായത്തിൻ്റെ ഒരു പാക്കേജ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത്തവണയും കനത്ത മഴയിൽ എസ്റ്റേറ്റിൽ വെള്ളം കയറിയിരുന്നു. ഒരുപാട് വെള്ളം കയറിയെന്ന് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഡെയിലി പോയി വരുന്നല്ല. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം രാത്രി 12-1 മണിക്ക് ആ സമയത്താണ് നമ്മൾ അരന് മേലെ മേൽപോട്ട് വെള്ളം ഉണ്ടായിരുന്നു, പുറത്ത് കടന്നു പോയത്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളപ്പൊക്കത്തെ തടയാൻ കഴിയില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തെ നഷ്ടത്തിന് സഹായം നൽകണമെന്നാണ് സ്ഥാപന ഉടമകൾ പറയുന്നത്. മിഷനറികൾ 5 അടി ഉയരത്തിൽ സ്ഥാപിക്കണമെന്നാണ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പറയുന്നത്. ഇനി ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും പ്രയാസമുണ്ടാക്കും. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അഴിയൂർ എസ്റ്റേറ്റിലെ സ്ഥാപന ഉടമകൾ. ന്യൂസ് 18 വടകര. കൊണ്ടോട്ടി നഗരസഭയിൽ കെട്ടിട നികുതികൾ ഓൺലൈനായി അടയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. ഉടമസ്ഥതാ അവകാശ സർട്ടിഫിക്കറ്റ് അടക്കം സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. കണ്ടെയ്ൻമെന്റ് സോണായി തുടരുകയാണ് കൊണ്ടോട്ടി. ഇതോടെ നഗരസഭ ഓഫീസിലേക്ക് എത്താതെ കെട്ടിട നികുതി അടയ്ക്കാനുള്ള സർക്കാരിന്റെ വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താമെന്നും അതിനുവേണ്ട എല്ലാ സൗകര്യവും നഗരസഭ ഒരുക്കിയതായും ചെയർപേഴ്സൺ കെ ഷീബ അറിയിച്ചു. വസ്തുനികുതി അടയ്ക്കാൻ വളരെയധികം പ്രയാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് വസ്തുനികുതി അടയ്ക്കാൻ വേണ്ട സൗകര്യം കൊണ്ടോട്ടി നഗരസഭ ഒരുക്കി. അത് നമ്മൾ സഞ്ജയ സോഫ്റ്റ്വെയർ കയറിയിട്ട് നമ്മുടെ ജില്ല അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാർഡും നമ്മുടെ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വീട്ടു നമ്പർ അടിച്ചു കൊടുത്താൽ ഏവർക്കും അത് ഇതിൽ കയറിയിട്ട് നികുതി അടവാക്കാവുന്നതാണ്. ഈർക്കിലുകൾ കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ ഒരുക്കുകയാണ് കൊല്ലം കമുകുഞ്ചേരി സ്വദേശി സുരേഷ്. കമുകുഞ്ചേരി ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ശില്പം നിർമ്മിച്ചത്. ഏകദേശം 1 മാസം കൊണ്ട് 10,000-ഓളം ഈർക്കിലുകൾ ചേർത്താണ് സുരേഷ് തന്റെ സ്വപ്ന സൃഷ്ടി യാഥാർത്ഥ്യമാക്കിയത്. പുതിയ ചൂലുകൾ വാങ്ങി അതിലെ ഈർക്കിലുകൾ ശുചീകരിച്ചെടുക്കുകയും വീടിന്റെ പരിസരത്ത് നിന്നുള്ള ഓലകൾ ചീകിയെടുത്തുമാണ് സുരേഷ് ശില്പത്തിനു വേണ്ടിയുള്ള ഈർക്കിലുകൾ ശേഖരിച്ചത്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലമൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും സുരേഷിന്റെ സൃഷ്ടിയിലുണ്ട്. പ്രധാന ദേവാലയവും ഉപദേവാലയങ്ങളും ക്ഷേത്രത്തിനു മുന്നിലെ വിളക്കുകളും മണ്ഡപവുമെല്ലാം മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് കാലം കഴിഞ്ഞ് കമുകുംചേരി ക്ഷേത്രത്തിന് ശില്പം സമർപ്പിക്കുമെന്ന് സുരേഷ് പറയുന്നു. നമ്മുടെ നാട്ടിൻപുറത്തെ ഈർക്കിൽ മാത്രം പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും പശ മാത്രം, ഫെവിക്കോൾ പശ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാർഡ്ബോർഡിൽ നിർമ്മിച്ച ഘടനയിലേക്ക് പശ ഉപയോഗിച്ച് ഈർക്കിലുകൾ ഒട്ടിക്കുകയായിരുന്നു. തുച്ഛമായ തുക ഉപയോഗിച്ചാണ് അതിമനോഹരമായ ശില്പം യാഥാർത്ഥ്യമാക്കിയത്. രാത്രിയിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൂടിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, സഹായിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ എന്താണെന്ന് സംഭവം അറിയത്തില്ലായിരുന്നു. ഉണ്ടാക്കി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം കാണാനുമൊക്കെ. തടിമുറിപ്പ് തൊഴിലാളിയായ സുരേഷിന് ലോക്ഡൌൺ കാലത്ത് ഉരുത്തിരിഞ്ഞ ആശയമാണ് ഈർക്കിൽ കൊണ്ടുള്ള ക്ഷേത്ര സമുച്ചയം. ന്യൂസ് 18 പുനലൂർ.
മുക്കം അഗസ്ത്യൻമുഴി തിരുവമ്പാടി റോഡ് പൂർണ്ണമായും അടച്ച് പാറ പൊട്ടിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. പാറ പൊട്ടിക്കുന്നതിനൊപ്പം റോഡിലെ ചെളിയും നാട്ടുകാർക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. അഗസ്ത്യൻമുഴി കൈതപ്പൊയിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തൊണ്ടിമ്മൽ ഭാഗത്ത് നടക്കുന്ന പാറ പൊട്ടിക്കലാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നത്. റോഡ് പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തി. 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി അടിഞ്ഞ ചെളി മൂലം കാൽനട പോലും സാധ്യമല്ല. സ്ത്രീകളും കുട്ടികളൊക്കെ നടന്നു പോകാൻ വരെ വിഷമിക്കുകയാണ്. അവർ ഒട്ടുക്ക് ചെളി കൂടെ അടുത്ത പറമ്പിൽ കൂടെ അതിലൊക്കെ പോയിട്ട് മീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചിട്ടൊക്കെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നാൽ ഈ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് വേണം. ഇപ്പോൾ പലർക്കും വീടുകളിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയാണ്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇരുന്നംകുഴി മയിലാടുംപാറ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യമുണ്ട്. ഇവിടുന്ന് പോകാനുള്ള ഒരു കുറുക്ക് വഴി വേറെ ഉണ്ട്. ഒരു മോട്ടോർ സൈക്കിളോ പോകണ്ടേ, ആ വഴിക്ക് പോകണമെങ്കിൽ അവിടെ ഒരു 20 മീറ്റർ നീളം അവിടെ കല്ലിട്ട് ഫില്ല് ചെയ്യാണ്ട് ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതിനാൽ രാത്രി സമയങ്ങളിൽ ഇവിടെ അപകടങ്ങളും പതിവാണ്. ന്യൂസ് 18 മുക്കം. ഇടവേള. തരിശായി കിടന്നിരുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ഹോട്ടൽ ഉടമ. മലപ്പുറം തവനൂർ മധുരശ്ശേരി മൊരിയിൽ സുമിത്താണ് കൃഷി ഇറക്കിയത്. തവനൂർ സ്വദേശി സുമിത്താണ് കൃഷിയിൽ സജീവമാകുന്നത്. ഹോട്ടൽ നടത്തി വന്നിരുന്ന സുമിത്തിന് ലോക്ക്ഡൌണിൽ ഹോട്ടലുകൾ അടഞ്ഞത് തിരിച്ചടിയായി. ഇതോടെയാണ് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തരിശായി കിടന്നിരുന്ന സ്ഥലം നന്നാക്കിയെടുത്താണ് കൃഷി തുടങ്ങിയത്. കപ്പ കൃഷിക്കാണ് തുടക്കമിട്ടത്. കൊല്ലച്ചീനി, 6 മാസച്ചീനി, വയനാടൻ, ശ്രീലങ്കൻ തുടങ്ങി 4 തരം കപ്പകളാണ് സുമിത്തിന്റെ കൃഷിയിടത്തിലുള്ളത്. തുടർന്ന് പച്ചക്കറി കൃഷിയും പരീക്ഷിച്ചു. പയർ, മത്തൻ, ചേന തുടങ്ങി നിരവധി ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ലോക്ക്ഡൌണിൽ വിനോദമാർഗമായി ഏറ്റെടുത്ത കൃഷിയിൽ മികച്ച വിളവാണ് സുമിത്തിന് ലഭിക്കുന്നത്. ലോക്ക്ഡൌൺ ആയിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കാരണം നമ്മളെ ഹോട്ടൽ ഫീൽഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിലുണ്ട് ഇറങ്ങി പോകുന്നതാണ്. കുറച്ച് പൂള നടാന്ന് കരുതിയിട്ട് പൂള നട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ അത് ഒരുപാട് സ്ഥലമുണ്ട്. ചക്കരക്കിഴങ്ങുണ്ട്, പൂളുണ്ട്, പച്ചക്കറി ഉണ്ട്. മികച്ച വിളവ് പ്രതീക്ഷിക്കാതെ ആരംഭിച്ച കൃഷി സുമിത്തിന് നൽകിയത് പുതിയ ജീവിതമാണ്. അതിജീവന പാതയിൽ കൃഷിയുമായി പോകാനാണ് സുമിത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഹരിത മണ്ഡലമാകാൻ ഒരുങ്ങി കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം. സ്വകാര്യ സംരംഭകരായ SPCയുമായി ചേർന്നാണ് ഡോക്ടർ MK മുനീർ തന്റെ മണ്ഡലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. രാസവളങ്ങൾ ഒഴിവാക്കി കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ സമ്പൂർണ്ണ ജൈവ മണ്ഡലമാക്കാനാണ് MLA MK മുനീർ ലക്ഷ്യമെടുത്തത്. ആദ്യഘട്ടത്തിൽ തന്റെ വീട്ടിലെ മട്ടുപ്പാവിൽ ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു മുനീർ. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമെടുത്തത്. ഭക്ഷ്യസുരക്ഷയും സുരക്ഷിതമായ ഭക്ഷണവും. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പര്യാപ്തമാവുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഈ മണ്ഡലത്തിൽ ഓരോ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വാട്ടർ സിസ്റ്റത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാവുന്നതാണ്. രണ്ടാമത്തത് വിഷരഹിതമായ സുരക്ഷിതമായ ഭക്ഷണം. 3 ഇതിലൂടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം. ഓർഗാനിക് കമ്പനിയായ SPCയുമായി ചേർന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഗ്രോ ബാഗുകളും ജൈവവളങ്ങളും വിത്തുകളും കൃഷിയുടെ ഓരോ ഘട്ടത്തിലും എത്തിച്ചു നൽകും. ആവശ്യമായ പരിചരണത്തെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ SPCയാണ് കർഷകർക്ക് നൽകുക. കർഷക ദിനത്തിൽ മന്ത്രി VS സുനിൽകുമാർ വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ടെറസിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനുണ്ട് കോഴിക്കോട്. മാറാട് പോലീസ് സ്റ്റേഷനിലെ വിശാലമായ ടെറസിലാണ് 500-ലധികം ഗ്രോ ബാഗുകളിൽ വിവിധ ഇനം പച്ചക്കറികൾ വിളയുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയതാണ് സ്റ്റേഷനിലെ പച്ചക്കറി കൃഷി. ഫ്രാൻസിലേക്ക് പോയ എല്ലാ പോലീസുകാരുടെയും വളരെ കഠിനമായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇതുപോലെ ഇവിടെ ചെയ്യാൻ സാധിച്ചത്. തുടർന്നും ഈ രീതിയിലുള്ള കൃഷിയുമായി മുന്നോട്ട് പോകാനാണ് നമ്മുടെ സ്റ്റേഷനിലെ എല്ലാവരുടെയും കൂട്ടായ 500ഓളം ഗ്രോ ബാഗുകളിൽ വിത്തിട്ടതും വിളയിപ്പിച്ചതും കാക്കിധാരികൾ തന്നെ. വഴുതനയും വെണ്ടയും തക്കാളിയുമൊക്കെ മട്ടുപ്പാവിലെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനിലെ
കർഷക ദിനത്തിൽ നെൽകൃഷിയിൽ പങ്കാളിയായി VK ശ്രീകണ്ഠൻ MP. ഷൊർണൂർ പരുത്തിപ്ര പാടശേഖരത്തിലാണ് VK ശ്രീകണ്ഠൻ സുഹൃത്തുമായി ചേർന്ന് കൃഷി തുടങ്ങിയത്. സുഹൃത്തായ ഷൊർണൂർ പരുത്തിപ്ര സ്വദേശി ഗംഗാധരനുമായി ചേർന്ന് ഒരേക്കർ പാടത്താണ് VK ശ്രീകണ്ഠൻ MP നെൽകൃഷി ആരംഭിച്ചത്. കർഷക ദിനമായ ഇന്നലെ പാടത്ത് വിത്തെറിഞ്ഞു. ട്രാക്ടർ ഉപയോഗിച്ച് കൂടുതൽ നിലമൊരുക്കി. കോവിഡ് കാലത്ത് കൂടുതൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് MP. കൊണ്ട് കാർഷിക മേഖലയിൽ വലിയൊരു പുരോഗതി ഉണ്ടാകാൻ നമുക്ക് പാലക്കാടിനും വേണം ഒരു കാർഷിക പാക്കേജ്. കേന്ദ്ര ഗവൺമെന്റിൽ ഇനിയുള്ള നാളുകളിൽ പാലക്കാടിന് ഒരു കാർഷിക പാക്കേജ് വേണം എന്നുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ പോവുകയാണ്. അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് VK ശ്രീകണ്ഠൻ. യുവാക്കൾ കൂടുതലായി കാർഷിക രംഗത്തേക്ക് വരേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയ്ക്ക് കേന്ദ്ര സർക്കാർ കാർഷിക പാക്കേജ് അനുവദിക്കണമെന്നും അതിനായി ശ്രമിക്കുമെന്നും MP പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകളിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. പൊതുസ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികൾ പാടില്ല. പൊതുസ്ഥലങ്ങളിലുള്ള ഓണസദ്യയും പാടില്ല. ഷോപ്പുകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ തുറക്കാം. ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണം. സാമൂഹിക അകലം പാലിച്ച് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഹോട്ടലുകൾ രാവിലെ 9 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. ഓണക്കാലമായതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവരുന്നതിനാൽ മുൻകരുതലെടുക്കാൻ ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓണത്തെ വരവേൽക്കാൻ മാവേലിയെ ഒരുക്കി പല്ലശ്ശനയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. കോവിഡ് കാലമായതിനാൽ ഇത്തവണ വീടുകളിൽ പോയി വിൽപ്പന നടത്താൻ കഴിയില്ല എന്നത് തൊഴിലാളികളെ ആശങ്കപ്പെടുത്തുന്നു. ഓണപ്പൂവിളി ഉയരാൻ ഇനി നാളുകൾ മാത്രമേയുള്ളൂ. ഓണത്തിന് മുറ്റത്ത് വയ്ക്കാൻ മാവേലിയെ ഒരുക്കുന്ന തിരക്കിലാണ് പാലക്കാട് പല്ലശ്ശനയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. ചായം പൂശി ഭംഗിയാക്കിയ മാവേലിക്കോലങ്ങൾ വീടുകളിലും വിപണന കേന്ദ്രങ്ങളിലും നേരിട്ടെത്തിച്ചാണ് ഭൂരിഭാഗം പേരും വിൽപ്പന നടത്തിയിരുന്നത്. ചില ഏജന്റുമാർ പല്ലശ്ശനയിലെ ആലകളിൽ നിന്ന് നേരിട്ടും ശേഖരിക്കും. കോവിഡ് കാലമായതിനാൽ ഇത്തവണ വീടുകളിൽ പോയി വിൽക്കാൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. വിൽക്കില്ല പറഞ്ഞിട്ടുള്ള പ്രദേശം തന്നെ ഉള്ളൂ. കാരണം കൊറോണയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കിത് കൊണ്ടുപോകാനും പറ്റില്ല. ഉണ്ടാക്കി വെക്കുന്നുണ്ട്, കച്ചവടക്കാരെങ്കിലും വന്നാൽ കൊടുക്കാം. ആരും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ TV-യിലൊക്കെ പരസ്യം വരുന്നതാണ്. ഇപ്പം അതുമില്ല, കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കേ ഒരു ഇതായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല്ലശ്ശനയിൽ നിന്നുമാണ് പാലക്കാട്ടെ വിവിധ പ്രദേശങ്ങളിലേക്കും സമീപ ജില്ലകളിലേക്കും മാവേലിക്കോലങ്ങളെ പ്രധാനമായും വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ഇത്തവണ വിൽപ്പന കുറയുമെന്ന ആശങ്കയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് നിർമ്മാണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഉണ്ടാക്കണോ സംശയത്തിലാണ്. അപ്പോൾ കുറച്ചൊക്കെ ആരെങ്കിലും വന്നാൽ കൊടുക്കുക, പറ്റിയ വെച്ച് കൊടുക്കുക എന്നുള്ളതിലാണ് പലരും ഉണ്ടാക്കുന്നത്. കോവിഡ് കാലമായതിനാൽ മൺപാത്ര വിപണിയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ടെങ്കിലും ഓണക്കാലത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ നോക്കിക്കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ കണ്ടശാംകടവ് ജലോത്സവത്തിനായി നിർമ്മിച്ച പവലിയനും കുട്ടികളുടെ പാർക്കും കാടുകയറി നശിക്കുന്നു. 3.25 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പവലിയനാണ് നശിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന കണ്ടശാംകടവ് ജലോത്സവത്തിനായാണ് പവലിയൻ നിർമ്മിച്ചത്. ഇതിപ്പോൾ നാശത്തിന്റെ വക്കിലായി. പവലിയന് ചുറ്റും കാട് കയറി. വൈദ്യുതി വിളക്കുകൾ തകരാറിലായി. പാർക്കിലെ ഉപകരണങ്ങൾ നശിച്ചു. പവലിയന്റെ നടത്തിപ്പ് വിട്ടുകിട്ടുന്നതിനായി മണലൂർ പഞ്ചായത്ത് ടൂറിസം വകുപ്പിനും ഇറിഗേഷൻ വകുപ്പിനും കത്ത് നൽകി. പക്ഷേ തീരുമാനമായില്ല. ഇത് കഴിഞ്ഞ UDF ഭരണകാലത്ത് 3 കോടി രൂപ പാസ്സാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു. ഇതിൽ 1 കോടി രൂപയുടെ പ്രൊജക്റ്റ് മാത്രമാണ് ഇവിടെ നടന്നത്. 3 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ ഇവിടുത്തെ കൺവെൻഷൻ സെൻറ്ററും ബന്ധപ്പെട്ട ടോയ്ലറ്റ് ബ്ലോക്കും പണി തീർന്ന് ഇത് ഒരു സ്ഥിരമായി ഇവിടുത്തെ നടക്കുന്ന വള്ളംകളിക്ക് ഒരു വരുമാന മാർഗവും ഒപ്പം ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻ്ററാക്കി മാറ്റി ഒരു ടൂറിസം കമ്മിറ്റി ഇത് മാനേജ് ചെയ്യായിരുന്നെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാണ്. ടൂറിസം ക്ലബ്ബുകളെയും സ്വകാര്യ കച്ചവടക്കാരെയും ഏകോപിപ്പിച്ച് കണ്ടശാംകടവിൽ വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പിലാക്കണം.
ജലവിനോദത്തിനും മുൻഗണന നൽകണം. ഇതൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി അറ്റകുറ്റപ്പണികൾ നടത്തി പവലിയൻ ഉടൻ യോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി കുളപ്പാർ ചാലിലെ കിൻഫ്ര പാർക്കിൽ പ്രവർത്തിച്ചിരുന്ന കോട്ടൺ ബ്ലോസം കമ്പനി അടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. 350ഓളം തൊഴിലാളികൾക്കാണ് തൊഴിലില്ലാതായത്. പ്രാദേശികമായ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് രാജകുമാരി പഞ്ചായത്തിലെ കുളപ്പാറ ചാലിൽ കിൻഫ്ര അപ്പാരൽ പാർക്ക് പണി കഴിപ്പിച്ചത്. 2010-ലാണ് കെട്ടിടം നിർമ്മിച്ചതെങ്കിലും നാളുകളോളം കെട്ടിടം കാടുകയറി കിടന്നു. തുടർന്ന് പ്രതിഷേധമടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കോട്ടൺ ബ്ലോസം എന്ന കമ്പനി കെട്ടിടം ലീസിനെടുത്ത് പ്രവർത്തനം തുടങ്ങിയത്. 350 തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും 100ഓളം പേർക്ക് പരോക്ഷമായും ഇവിടെ നിന്ന് തൊഴിൽ ലഭിച്ചിരുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ അടഞ്ഞ കമ്പനി ഇതുവരെ തുറന്നിട്ടില്ല. സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. 350 തൊഴിലാളികൾക്ക് നേരിട്ട് തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തിവെച്ചത് ഒരു പാർട്ടി പോയ അടുത്തൊരു പാർട്ടിനെ കൊണ്ടെങ്കിലും ഏറ്റെടുപ്പിച്ച് ഈ തൊഴിലാളികൾക്ക് കൃത്യമായി പണി കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാസങ്ങളായി തൊഴിലാളികളുടെ ശമ്പളവും PF-ഉം കുടിശ്ശികയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കമ്പനിയുടെ നടത്തിപ്പ് മറ്റൊരു കമ്പനിക്ക് നൽകുന്നതിനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്നാൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 രാജകുമാരി. കോതമംഗലം പല്ലാരിമംഗലം പഞ്ചായത്തിൽ സർവകക്ഷി യോഗത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ലീഗ് നേതാക്കളുടെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോർവിളി നടത്തിയത്. മുസ്ലിം ലീഗിലെ ഔദ്യോഗിക പക്ഷവും വിമതരും തമ്മിലുള്ള ചേരിപ്പോരാണ് കയ്യാങ്കളിയിലെത്തിയത്. സർവകക്ഷി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും അടങ്ങുന്ന ഔദ്യോഗിക ഗ്രൂപ്പ് അറിയിച്ചില്ലെന്നാരോപിച്ചാണ് വിമത വിഭാഗം ബഹളം തുടങ്ങിയത്. ഇതോടെ യോഗം അലങ്കോലപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ സെക്രട്ടറിയുടെ ഷട്ടിൽ കയറി പിടിച്ചതോടെ പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രോശിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് സെക്രട്ടറി യോഗം അവസാനിപ്പിച്ചു. കാലങ്ങളായി മുസ്ലിം ലീഗിൽ നിലനിന്നിരുന്ന വിഭാഗീയത ഈട്ടിപ്പാറ മോഡേൺപടി റോഡിലെ അനധികൃത മണ്ണുകടത്തുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ രൂക്ഷമായത്. മണ്ണുകടത്തിനെതിരെ ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പരാതിപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. CPM കൂടി വിഷയം ഏറ്റെടുത്തതോടെ പോത്താനിക്കാട് പോലീസിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, വാർഡ് മെമ്പർ ഷാജിമോൾ, റഫീഖ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. തുടർന്ന് സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയും പരാതിക്കാരനായ ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി വിമത വിഭാഗത്തിലെ തന്നെ മറ്റൊരാളെ സെക്രട്ടറിയാക്കുകയും ചെയ്തു. പുതിയ സെക്രട്ടറിയെ അംഗീകരിക്കില്ലെന്നതാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പെടുക്കുന്ന സാഹചര്യത്തിൽ ലീഗിലെ രൂക്ഷമായ വിഭാഗീയത നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ന്യൂസ് 18 കോതമംഗലം.